വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. നമ്മള് ഹോട്ട് ടോപ്പിക്സിന്റെ ക്ലാസ് ആണ്. കഴിഞ്ഞ ദിവസം 5 ഹോട്ട് ടോപ്പിക്സ് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓർക്കണുണ്ടാ? എല്ലാം പഠിച്ചു കഴിഞ്ഞോ? വളരെ ചെറിയ ടോപ്പിക്കുകളൊക്കെ ആയിരുന്നു അല്ലെ? ചില നവോത്ഥാന നായകർ ജനിച്ച ദിവസങ്ങൾ, ജനിച്ചത് ഏത് സ്ഥലത്താണ് അല്ലെ, അതുപോലെ സതീഷ് അളവ്, അതീഷ് അളവ് തുടങ്ങിയ കാര്യങ്ങൾ, കേരള ഫോർമേഷന്റെ കാര്യങ്ങൾ, അതൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു അല്ലെ. പിന്നെ നമ്മള് ഒറ്റ ടോപ്പിക്കേ പഠിക്കുള്ളൂ. കാര്യം എന്താ വെച്ചാൽ അത് ഇത്തിരി വലിയ ടോപ്പിക്കാണ്. എപ്പോഴും പരീക്ഷയ്ക്ക് കാണാറുള്ള തന്നെ ഒരു ടോപ്പിക്കാണ്. ടോപ്പിക്കിന്റെ പേര് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. അറിയായിരിക്കും, ഇപ്പൊ നമ്മൾ കേട്ടപ്പോ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിണ്ടാവും. INC അഥവാ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസുമായിട്ട് റിലേറ്റഡ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാറുണ്ട്. അപ്പോ നമ്മളോട് INCയെ കുറിച്ച് തുടക്കം തന്നെ പറയുമ്പോൾ INCയുടെ പിതാവ് ആരാണ്, അല്ലെങ്കിൽ INC രൂപം നൽകിയത് ആരാണ് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ പേര് AO ഹ്യൂം എന്ന് പറയുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ പൂർണ്ണ രൂപം പറയുകയാണെങ്കിൽ അലൻ ഒക്ടോവിയൻ ഹ്യൂം എന്നാണ് പൂർണ്ണ പേര് കേട്ടോ. അലൻ ഒക്ടോവിയൻ ഹ്യൂം അദ്ദേഹമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് രൂപം നൽകിയത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പിതാവും എന്നും അദ്ദേഹത്തെ വിളിക്കുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നിർമ്മാതാവ് എന്ന് വിളിക്കുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യത്തെ സെക്രട്ടറി എന്ന് വിളിക്കുന്നു. അതുപോലെ തന്നെ ഫാദർ ഓഫ് ഇന്ത്യൻ ഓർണിത്തോളജി, ഒക്കെ തന്നെ ആരാണ്? അലൻ ഒക്ടോവിയൻ ഹ്യൂം ആണ്. അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞപ്പോ ടീച്ചർ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇങ്ങനെ INC രൂപീകരിച്ചത് ഇദ്ദേഹമാണ്. INC രൂപീകരണം നടന്നപ്പോ ഇന്ത്യയിൽ ആരായിരുന്നു നമ്മുടെ പ്രഭു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വൈസ്രോയ് ഡഫറിൻ പ്രഭു ആണ് കേട്ടോ. ബ്രിട്ടീഷ് വൈസ്രോയ് ഡഫറിൻ പ്രഭു ഇന്ത്യയിൽ ഉണ്ടായിരുന്ന സമയത്താണ് INCക്ക് രൂപം നൽകിയത് എന്ന് മനസ്സിലാക്കുക. അപ്പൊ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നാ ഇതിന്റെ പേര് അല്ലെ. അങ്ങനെ അതിന് പേര് നൽകിയത് ആരാണ്? പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ദാദാഭായ് നവറോജിയാണ്. ഈ സംഘടനയ്ക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പേര് നൽകിയത് ദാദാഭായ് നവറോജിയാണ്. ഇനി ഒരു ചോദ്യം ചോദിച്ചേക്കണത്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട് ഒരു സിദ്ധാന്തം ഉണ്ട്. ആ സിദ്ധാന്തത്തിന്റെ പേരെന്താ എന്നുള്ളതാണ്. ആ സിദ്ധാന്തത്തിന്റെ പേരെന്താ അറിയോ നിങ്ങൾക്ക്? സേഫ്റ്റി വാൽവ് തിയറി എന്നാണ്. എന്താ മക്കളെ? സേഫ്റ്റി വാൽവ് തിയറി. ഇതാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട സിദ്ധാന്തം. അങ്ങനെ INCയുടെ രൂപീകരണത്തിലേക്ക് വരികയാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 1885 ഡിസംബർ മാസം 28-ാം തീയതിയാണ് രൂപീകരിച്ചത്. രൂപീകരിച്ചത് എവിടെയാണെന്നറിയാമോ നിങ്ങൾക്ക്? രൂപീകരിച്ചത് ബോംബെയിലാണ്. ബോംബെയിലെ ഗോകുൽദാസ് തേജ്പാൽ സംസ്കൃത കോളേജിൽ വെച്ചാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യത്തെ കോൺഫറൻസ് നടക്കുന്നത്. 1885 ഡിസംബർ 28-ന് ബോംബെയിലെ ഗോകുൽദാസ്, എന്താണ്? ഗോകുൽദാസ് തേജ്പാൽ ഒരു സംസ്കൃത കോളേജ് ആണ് അത്. അവിടെ വെച്ചിട്ടാണ് ഈ ആദ്യത്തെ കോൺഫറൻസ് നടക്കണേ. ഇനി ആദ്യത്തെ കോൺഫറൻസ് നടത്താൻ ഉദ്ദേശിച്ചിരുന്നത് എവിടെയാന്ന് ചോദിച്ചിട്ടുണ്ട്. അത് പൂനെയിലാണ് നടത്താൻ ഉദ്ദേശിച്ചിരുന്നത്. പിന്നെ എന്താ മാറ്റിയേ ബോംബെയിലേക്കെന്നും ചോദിച്ചിട്ടുണ്ട്. അതിന്റെ കാരണം എന്താ അറിയോ നിങ്ങൾക്ക്? പ്ലേഗ് പടർന്നു പിടിച്ച കാരണമാണ് മാറ്റിയത് കേട്ടോ. അങ്ങനെ ആദ്യത്തെ സമ്മേളനം 1885 നടന്നപ്പോ അതില് 72 പ്രതിനിധികൾ പങ്കെടുത്തു. എത്ര പേരുണ്ടായിരുന്നു അംഗസംഖ്യ? 72 പേരാണ് ഉണ്ടായിരുന്നേ. ഇനി ആദ്യത്തെ പ്രസിഡന്റ് ആരാണ്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ പ്രസിഡന്റിന്റെ പേര് WC ബാനർജി എന്നാണ്. ആരാണ്? WC ബാനർജി എന്നാണ്. ഈ ആദ്യ കോൺഫറൻസ് ഉണ്ടല്ലോ മക്കളെ, അതില് ഒരു മലയാളി പങ്കെടുത്തിട്ടുണ്ടായിരുന്നു ആദ്യത്തെ കോൺഫറൻസില്. അദ്ദേഹത്തിന്റെ പേര് ബാരിസ്റ്റർ GP പിള്ള എന്നാണ്. അപ്പൊ ആദ്യ കോൺഫറൻസിൽ പങ്കെടുത്ത മലയാളിയാണ് ആര്? ബാരിസ്റ്റർ GP പിള്ള. എന്നാൽ ആദ്യ കോൺഫറൻസിൽ ആദ്യമായിട്ട് ഒരു പ്രമേയം അവതരിപ്പിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ 9 പ്രമേയത്തോളം ഈ കോൺഫറൻസിൽ, ആദ്യത്തെ കോൺഫറൻസിൽ 9 പ്രമേയം അവതരിപ്പിക്കുകയുണ്ടായി. അതിൽ ആദ്യത്തെ പ്രമേയം അവതരിപ്പിച്ചത് സുബ്രഹ്മണ്യ അയ്യർ ആണ്. സുബ്രഹ്മണ്യ അയ്യർ ആണ്. ഇദ്ദേഹമാണ് എന്ത്?
നമ്മുടെ ആദ്യത്തെ കോൺഫറൻസിൽ ആദ്യത്തെ പ്രമേയം അവതരിപ്പിച്ചത്. അപ്പൊ ആദ്യത്തെ കോൺഫറൻസിനെ കുറിച്ച് ഒരു ധാരണയായോ? ഇനി നമ്മൾ കുറെ കോൺഫറൻസുകൾ ഉണ്ട്, രണ്ടാമത്തെ മൂന്നാമത്തെ ഇങ്ങനെ വർഷം വെച്ച് പറയുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോ കുറച്ചും കൂടി ബുദ്ധിമുട്ട് വരും. അപ്പൊ ടീച്ചർ രണ്ടാമത്തെയും കൂടി ഒന്ന് അങ്ങനെ തന്നെ പഠിച്ചു വെക്കുക. ഒന്ന് രണ്ട് മൂന്ന് സമ്മേളനങ്ങൾ അങ്ങനെ പഠിക്കാം കേട്ടോ. നമുക്ക് രണ്ടാമത്തെ സമ്മേളനം 1885 കഴിഞ്ഞ അടുത്ത 86 86 കൽക്കത്തയിൽ നടക്കുകയാണ് രണ്ടാമത്തെ സമ്മേളനം കേട്ടോ. ഈ രണ്ടാമത്തെ സമ്മേളനത്തില് നവറോജി നമ്മുടെ അതിന്റെ ഫസ്റ്റ് നമ്മൾ പറഞ്ഞില്ലേ പേര് നിർദ്ദേശിച്ച നവറോജിയാണ്. ആ നവറോജിയാണ് രണ്ടാമത്തെ സമ്മേളനത്തിന്റെ പ്രസിഡന്റ് ആയത് കേട്ടോ. ഇനി ഇദ്ദേഹത്തിന്റെ പ്രത്യേകത എന്താ അറിയോ? ഇദ്ദേഹം 3 തവണ INCയുടെ പ്രസിഡന്റ് ആയിട്ടുണ്ട് കേട്ടോ. 3 തവണ. ഇദ്ദേഹം പാഴ്സി മതവിഭാഗക്കാരനാണ്. അപ്പൊ അങ്ങനെയും ചോദിക്കാറുണ്ട്, പാഴ്സി മതത്തിൽ നിന്നുള്ള ആദ്യ INC പ്രസിഡന്റ് ആരാണ്? ആരാ? ദാദാഭായ് നവറോജി. ഇനി മൂന്നാമത്തെ സമ്മേളനം കൂടി പഠിച്ചേ. 1887 മൂന്നാമത്തെ സമ്മേളനം നടക്കുകയാണ് മദ്രാസില്. അപ്പൊ മദ്രാസിൽ എന്ന് പറയുമ്പോൾ സൗത്ത് ഇന്ത്യ അല്ലേ? അപ്പോ എന്താണ് INC കോൺഫറൻസിന് വേദിയാകുന്ന ആദ്യ ദക്ഷിണേന്ത്യൻ നഗരം എന്ന് ചോദിച്ചാൽ എന്ത് പറയണം നിങ്ങള്? മദ്രാസ് പറയണം കേട്ടോ. ഈ മദ്രാസില് ആരായിരുന്നു പ്രസിഡന്റ്? മൂന്നാമത്തേതില് ബദറുദ്ദീൻ തിയാബ്ജി ആയിരുന്നു. ആരാണ്? ബദറുദ്ദീൻ തിയാബ്ജി. ക്ലിയർ ആയോ? അപ്പൊ ബദറുദ്ദീൻ തിയാബ്ജി ആണ് എന്തിന്റെ പ്രസിഡന്റ് എന്നാ പറയണേ? മൂന്നാമത്തെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് എന്നാ പറയണേ. ഇദ്ദേഹം മുസ്ലിം ആണ്. അതുകൊണ്ട് തന്നെ INC പ്രസിഡന്റ് ആകുന്ന ആദ്യത്തെ മുസ്ലിം എന്ന് ചോദിച്ചു കഴിഞ്ഞാലും ആരുടെ പേര് പറയണം? ബദറുദ്ദീൻ തിയാബ്ജിയുടെ പേര് പറയണം. ഇനി നമ്മൾ ഇങ്ങനെ 1 2 3 ഒന്നും പഠിക്കില്ല കേട്ടോ. ഇനി നമ്മള് വേറെ രീതിയിലാ പഠിക്കാൻ പോണേ. ശ്രദ്ധിക്കുക, എങ്ങനെയാ പഠിക്കാൻ പോണേ? ഇനി നമ്മളോട് ചോദിക്കുകയാണ് INC പ്രസിഡന്റ് ആകുന്ന ഇപ്പൊ ആദ്യത്തെ പാഴ്സി നമ്മൾ പഠിച്ചു നവറോജി, ആദ്യത്തെ മുസ്ലിം നമ്മൾ പഠിച്ചു ബദറുദ്ദീൻ തിയാബ്ജി. ഇപ്പൊ ചോദിക്കുകയാണ് INC പ്രസിഡന്റ് ആകുന്ന ആദ്യ വിദേശി ആരാണ്? INC പ്രസിഡന്റ് ആകുന്ന ആദ്യ വിദേശിയുടെ പേരറിയോ നിങ്ങൾക്ക്? ജോർജ് യൂൾ എന്നാണ്. INC പ്രസിഡന്റ് ആകുന്ന ആദ്യ വിദേശി ജോർജ് യൂൾ ആണ്. 1888 അലഹബാദ് എന്ന് പറയുന്ന സ്ഥലത്ത് നടന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മീറ്റിംഗിലാണ് ജോർജ് യൂള് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആകണം കേട്ടോ. അപ്പൊ ആദ്യത്തെ വിദേശി ആരാണ്? നമ്മുടെ എന്താണ് ജോർജ് യൂൾ ആണെങ്കിൽ INC പ്രസിഡന്റ് ആകുന്ന രണ്ടാമത്തെ വിദേശിയുടെ പേര് വില്യം വേഡർ ബാൻ എന്നാണ്. വില്യം വേഡർ ബാൻ ഇങ്ങനെ പഠിച്ചു വെക്കുക. വില്യം വേഡർ ബാൻ രണ്ടാമത്തെ വിദേശി ആരാണ്? വില്യം വേഡർ ബാൻ. INC പ്രസിഡന്റ് ആകുന്ന രണ്ടാമത്തെ വിദേശി ആരാണ്? വില്യം വേഡർ ബാൻ ആണ്. ക്ലിയർ ആയോ? അപ്പൊ ആദ്യത്തെ വിദേശിയുടെ പേര് പറഞ്ഞു, ആരാന്ന് പറഞ്ഞു? ജോർജ് യൂൾ. രണ്ടാമത്തെ വിദേശി വില്യം വേഡർ ബാൻ. മൂന്നാമത്തെ വിദേശിയാണ് ആരറിയോ നിങ്ങൾക്ക്? ആൽഫ്രഡ് വെബ്. മൂന്നാമത്തെ വിദേശി ആരാണ്? ആൽഫ്രഡ് വെബ് ആണ്. ഇനി നാലാമത്തെ വിദേശിയാണ് ചോദിക്കുന്നതെങ്കിൽ നാലാമത്തെ വിദേശി ഹെൻറി കോട്ടൺ ആണ്. ഇങ്ങനെ എന്താ അറിയോ മക്കളെ ടീച്ചർ പറഞ്ഞത്? താഴെ പറയുന്നവയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് പദവി അലങ്കരിച്ച വിദേശികളിൽ പെടാത്ത വ്യക്തി ആരാണ് എന്നൊരു ചോദ്യം വന്നാലോ? അറിയണ്ടേ? ജോർജ് യൂൾ, വില്യം വേഡർ ബാൻ, ആൽഫ്രഡ് വെബ്, ഹെൻറി കോട്ടൺ തുടങ്ങിയ 4 വിദേശികൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് പദവിയിൽ ഇരുന്നിട്ടുള്ള ആൾക്കാരാണ്. ക്ലിയർ ആയില്ലേ? അപ്പൊ ആ കാര്യം ക്ലിയർ ആയല്ലോ. ഇനി അടുത്തത് നമ്മുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഒരു മീറ്റിംഗിൽ എന്താ ആലപിക്കുകയുണ്ടായി? ഇത്രേ വന്ദേ മാതരം ആലപിച്ചു എന്നാ പറയണേ. അപ്പൊ വന്ദേ മാതരം ആദ്യമായി ആലപിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനം 1896 കൽക്കത്ത സമ്മേളനം. 1896 കൽക്കത്ത സമ്മേളനത്തിലാണ് വന്ദേ മാതരം ആദ്യമായിട്ട് ആലപിച്ചെന്ന് പഠിച്ചു വെക്കുക. അത് ആലപിച്ചതാരാന്ന് ചോദിച്ചാൽ രവീന്ദ്രനാഥ ടാഗോർ ആണ് എന്നും ഓർത്തു വെക്കുക. ആ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരാണ് എന്ന് ചോദിച്ചാൽ റഹ്മത്തുള്ള സയാനി ആണ് എന്ന് പറയണം. അപ്പൊ റഹ്മത്തുള്ള സയാനി ആയിരുന്നു 1896
തൊണ്ണൂറ്റിയാറിലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കൽക്കത്ത സമ്മേളനത്തിന്റെ അധ്യക്ഷൻ. ആ കൽക്കത്ത സമ്മേളനത്തിൽ വെച്ച് വന്ദേ മാതരം ആദ്യമായിട്ട് ആലപിക്കുകയാണ്. ഇനി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായ ആദ്യ മലയാളി ആരാണ്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായ ആദ്യ മലയാളി സി ശങ്കരൻ നായർ അഥവാ ചേറ്റൂർ ശങ്കരൻ നായരാണ്. ഈ സി ശങ്കരൻ നായർ 1897 അമരാവതി സമ്മേളനത്തിലാണ് പ്രസിഡന്റ് ആയത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായ ആദ്യ മലയാളി സി ശങ്കരൻ നായർ 1897 അമരാവതി സമ്മേളനത്തിൽ വെച്ചാണ്. ക്ലിയർ ആയോ? ഇനി അടുത്ത ചോദ്യം, ഗാന്ധിജി പങ്കെടുത്ത, മഹാത്മാഗാന്ധി പങ്കെടുത്ത എന്നേ പറയുള്ളൂ, അദ്ദേഹം പ്രസിഡന്റ് ആയതൊന്നും അല്ല. മഹാത്മാഗാന്ധി പങ്കെടുത്ത ആദ്യ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനം 1901 കൽക്കത്ത സമ്മേളനമാണ്. 1901 കൽക്കത്ത സമ്മേളനത്തിൽ ഗാന്ധിജി ആദ്യമായിട്ട് പങ്കെടുക്കുകയാണ്. അദ്ദേഹം ആരായിരുന്നു എന്നറിയോ നിങ്ങൾക്ക്? അതിന്റെ പ്രസിഡന്റ് ആരായിരുന്നു എന്നറിയോ? ആരായിരുന്നു? ദിൻഷാ വാച്ച. ആരാണ് അതിന്റെ പ്രസിഡന്റ്? ദിൻഷാ വാച്ച എന്ന് പറയുന്ന ആളായിരുന്നു ആ സമ്മേളനത്തിന്റെ പ്രസിഡന്റ് കേട്ടോ. ആരാണ്? ദിൻഷാ വാച്ച. അദ്ദേഹമാണ് അതിന്റെ പ്രസിഡന്റ്. അതിന് അത്ര വലിയ പ്രാധാന്യം ഇല്ല. ഗാന്ധിജി പങ്കെടുത്തു എന്നുള്ളതിലാണ് അതിൽ കൂടുതൽ പ്രാധാന്യം. ഇനി അടുത്തത്, സ്വദേശി മുദ്രാവാക്യം ഉയർന്നു വന്ന, സ്വദേശി എന്ന മുദ്രാവാക്യം ഉയർന്നു വന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനമാണ് 1905 ബനാറസ് സമ്മേളനം. 1905 ബനാറസ് സമ്മേളനം. അതിന്റെ അധ്യക്ഷൻ ഗോപാലകൃഷ്ണ ഗോഖലെ ആയിരുന്നു. ആരാണ്? ഗോപാലകൃഷ്ണ ഗോഖലെ. ക്ലിയർ ആയില്ലേ? അപ്പോ ബനാറസ് സമ്മേളനത്തിലാണ് എന്താ പറയുന്നത്, സ്വദേശി എന്ന മുദ്രാവാക്യം ഉയർന്നത്. ബനാറസ് സമ്മേളനം 1905 ഗോഖലെയാണ് അതിന്റെ അധ്യക്ഷൻ. ഇനി സ്വരാജ് എന്ന് പറയുന്ന പദം ആദ്യമായി ഉപയോഗിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനം 1906 കൽക്കത്ത സമ്മേളനാണ്. 1906 കൽക്കത്ത സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ദാദാഭായ് നവറോജിയാണ്. ദാദാഭായ് നവറോജി. ആരാണ്? ദാദാഭായ് നവറോജിയാണ്. അപ്പൊ സ്വരാജും അതുപോലെ തന്നെ സ്വദേശിയും നമ്മൾ പഠിച്ചു. ഇനി പറയാണ്, കോൺഗ്രസ് ചരിത്രത്തിലെ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഹിസ്റ്ററി പറയുമ്പോ കോൺഗ്രസ് ചരിത്രത്തിലെ ഖേദകരമായ സംഭവം എന്ന ചരിത്രകാരന്മാർ വിശേഷിപ്പിച്ചത് എന്തിനെയാണ്? 1907 സൂററ്റ് സ്പ്ലിറ്റിനെയാണ്. 1907 സൂററ്റ് സ്പ്ലിറ്റിനെയാണ്. എന്തറിയോ? ഇതില് മിതവാദികളും തീവ്രവാദികളും, കോൺഗ്രസ് 2 പാർട്ടായി മിതവാദികളെന്നും തീവ്രവാദികളെന്നും 2ആയി പിരിയാണ്. അതിനെയാണ് നമ്മൾ സൂററ്റ് സ്പ്ലിറ്റ് എന്ന് പറയുന്നത്. ആ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ റാഷ് ബിഹാരി ഘോഷ് ആയിരുന്നു കേട്ടോ. ആരാണ്? റാഷ് ബിഹാരി ഘോഷ് ആണ്. ക്ലിയർ ആയില്ലേ? അപ്പൊ സൂററ്റ് സ്പ്ലിറ്റ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ചരിത്രത്തിലെ ഖേദകരമായ സംഭവം എന്ന് ചരിത്രകാരന്മാർ വിശേഷിപ്പിച്ചത് സൂററ്റ് സ്പ്ലിറ്റിനെയാണ് എന്ന് ഓർത്തു വെച്ചോളൂട്ടോ. ഇനി അടുത്തത് നമ്മളോട് ചോദിക്കാറുള്ളത്, ആദ്യമായിട്ട് ജനഗണമന ആദ്യമായി ജനഗണമന ആലാപനം നടന്നത് എന്ന് 1911 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കൽക്കത്ത സമ്മേളനത്തിൽ ആദ്യമായിട്ട് ജനഗണമന ആലപിച്ചു. ആലപിച്ചത് ആരാണ്? സരളാദേവി ചൗധരിയാണ്. കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറുകൾ പഠിച്ചപ്പോ അതിലൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്ന ഒരു ചോദ്യമായിരുന്നു ഇത്. സരളാദേവി ചൗധരിയാണ്. അത് ഓർക്കണ്ടല്ലോ, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി ഇതിന്റെ ബിഷൻ നാരായൺ ദർ എന്ന് പറയുന്ന വ്യക്തിയായിരുന്നു 1911 കൽക്കത്ത സമ്മേളനത്തിലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് എന്നും കൂടി ഓർക്കാം. ഇനി ഗാന്ധിജി പങ്കെടുത്ത സമ്മേളനം പോലെ ജവഹർലാൽ നെഹ്റു പങ്കെടുത്ത ആദ്യത്തെ സമ്മേളനം എന്ന് പറയുന്നത് 1912 ബങ്കിംപൂർ സമ്മേളനമാണ്. ബീഹാറിലെ ബങ്കിംപൂരിൽ നടന്ന സമ്മേളനമാണ്. RN
മതോൽക്കർ എന്ന് പറയുന്ന ആളായിരുന്നു. RN മതോൽക്കർ ആയിരുന്നു അതിന്റെ അധ്യക്ഷൻ എന്ന് ഓർക്കുക. അപ്പൊ നെഹ്റു പങ്കെടുത്തത് 1912 ബങ്കിപ്പൂർ സമ്മേളനത്തിലാണ് കേട്ടോ. ഇനി നോക്കൂ, നേരത്തെ നമ്മൾ പറഞ്ഞു, അതായത് കോൺഗ്രസിന്റെ ചരിത്രത്തിലെ ഖേദകരമായിട്ടുള്ള സംഭവമായ സൂററ്റ് സ്പ്ലിറ്റ് അല്ലെ. പക്ഷെ അതെന്താണ്, എന്താണ്ടായ മിതവാദികളും അതുപോലെ തന്നെ തീവ്രവാദികളും രണ്ടായി പിരിയാണ് ഉണ്ടായത്. പക്ഷെ മിതവാദി തീവ്രവാദി ലയനം നടക്കുകയാണ് അടുത്തത്. എന്നറിയോ, 1916 ലക്നൗ സമ്മേളനത്തിൽ വെച്ചാണ്. അതിന്റെ അധ്യക്ഷൻ AC മംജുംദാർ ആണ്. അപ്പൊ അത് പഠിച്ചു വെച്ചോളോ. അതായത് മിതവാദി തീവ്രവാദി ലയനം നടന്നത് എന്നാണ്, 1916 ആരാണ് അതിന്റെ അധ്യക്ഷൻ? AC മംജുംദാർ ആണ്. എവിടെ വെച്ചാ ലയനം നടന്നേ? ലക്നൌവിൽ വെച്ചാണ് ലയനം നടന്നത് കേട്ടോ. കോൺഗ്രസും മുസ്ലിം ലീഗൊക്കെ ഒരുമിച്ച് നടത്തിയ ഒരു സമ്മേളനമായിരുന്നു. ഇവിടെ വെച്ചിട്ട് തിലകനും ജിന്നയും കൂടെ ലക്നൗ പാക്ട് ഒക്കെ ഒപ്പിട്ടു എന്നും കൂടി നമ്മൾ ഓർത്തു വെക്കുക കേട്ടോ. ഇനി അടുത്തത്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആകുന്ന ആദ്യ വനിത. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആകുന്ന ആദ്യ വനിത. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആകുന്ന ആദ്യ വിദേശ വനിത. രണ്ട് കാര്യങ്ങളുണ്ട്. ആദ്യ വനിത ചോദിച്ചാലും ആദ്യ വിദേശ വനിത ചോദിച്ചാലും ആരുടെ പേര് പറയണം? ആനി ബസന്റിന്റെ പേര് പറയണം. 1917 കൽക്കത്ത സമ്മേളനത്തിലാണ് ആനി ബസന്റ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആകുന്നത്. ക്ലിയർ ആയോ? അപ്പൊ ആദ്യത്തെ വനിത. ഇനി വനിതകളെ നമ്മൾ കുറച്ച് പഠിക്കും, അത് നമുക്ക് പഠിക്കാം. പക്ഷെ അവരുടെ എന്താ പറയാ, വേണമെങ്കിൽ ഒരുമിച്ച് തന്നെ ടീച്ചർ പറയാം. ആദ്യത്തെ വനിത എന്ന് പറയുന്നത് ആനി ബസന്റ് ആണ്. ഇനി അടുത്തത് വരുന്നത് ആരാണ്? സരോജിനി നായിഡു ആണ്. അടുത്തത് വരുന്നത് ആരാണ്? സരോജിനി നായിഡു ആണ് കേട്ടോ. സരോജിനി നായിഡു 1925 കാൺപൂരിൽ വെച്ചാണ്, കാൺപൂർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനത്തിൽ വെച്ചാണ് എന്തായത്? പ്രസിഡന്റ് ആയത് കേട്ടാ. ഇനി അടുത്ത വനിതയാണ് ചോദിക്കണേ വെച്ചാൽ നെല്ലിസൺ ഗുപ്ത. നെല്ലിസൺ ഗുപ്തയെ പറയുന്നതിന് മുന്നേ ഒരു കാര്യം പറയട്ടെ ടീച്ചറെ. ആദ്യ വനിത ആരാണ്? ആനി ബസന്റ്. ആദ്യ വിദേശ വനിത ആരാണ്? ആനി ബസന്റ്. ആദ്യ ഇന്ത്യൻ വനിത ആരാണ്? സരോജിനി നായിഡു ട്ടോ. ആദ്യ ഇന്ത്യൻ വനിത സരോജിനി നായിഡു. രണ്ടാമത്തെ ആളാണ് സരോജിനി നായിഡു, അവരാണ് ആദ്യ ഇന്ത്യൻ വനിത. നെല്ലിസൺ ഗുപ്ത 1933 കൽക്കത്ത സമ്മേളനത്തിലാണ് അധ്യക്ഷ പദവിയിലെത്തിയത്. അതിനുശേഷം പിന്നെ അധ്യക്ഷ പദവി വഹിക്കുന്നത് ഇന്ദിരാഗാന്ധിയാണ്. ഇന്ദിരാഗാന്ധി 1959 ഡൽഹിയിൽ നടന്ന സമ്മേളനത്തിലാണ്. അതിനുശേഷം പിന്നെ സോണിയാഗാന്ധിയാണ് ഈ പദവിയിലെത്തുന്നത്. സോണിയാഗാന്ധി 1998 കൽക്കത്ത സമ്മേളനത്തിലാണ് അധ്യക്ഷ പദവിയിലെത്തുന്നത്. അപ്പൊ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷ പദവിയിൽ വന്ന വനിതകളെ നമ്മൾ പറഞ്ഞ് ആരൊക്കെയാണ്? ആനി ബസന്റ്, സരോജിനി നായിഡു, നെല്ലിസൺ ഗുപ്ത, ഇന്ദിരാഗാന്ധി, സോണിയാഗാന്ധി. ആദ്യ വനിതയും ആദ്യ വിദേശ വനിതയും ആനി ബസന്റ് ആണെങ്കിൽ ആദ്യ ഇന്ത്യൻ വനിത സരോജിനി നായിഡു, പിന്നീട് നെല്ലിസൺ ഗുപ്ത, ഇന്ദിരാഗാന്ധി, സോണിയാഗാന്ധി തുടങ്ങിയവർ എവിടെ വന്നു? 98 തൊട്ട് കൽക്കത്ത സമ്മേളനത്തിൽ അല്ലെ സോണിയാഗാന്ധിയാണ് പിന്നെ കുറേ അധികം കാലം അല്ലെ INC പ്രസിഡന്റ് ആയിട്ട് സേവനം അനുഷ്ഠിച്ചത് എന്ന് നമ്മൾ ഓർത്തു വരിക കേട്ടോ. അപ്പൊ അതവിടെ നിൽക്കട്ടെ. വനിതകളെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ കഴിഞ്ഞു അല്ലെ. ആനി ബസന്റ് ആണ് ആദ്യത്തെ വനിത എന്നൊക്കെ പറഞ്ഞു. ഇനി നമ്മളോട് ചോദിക്കാറുണ്ട് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെ കുറിച്ച്. ജാലിയൻ വാലാബാഗ് എല്ലാവർക്കും അറിയുന്ന ഒരു സംഭവമാണ്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല 1919 നടന്നേന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ. ആ സമയത്ത് 1919 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആയിരുന്നു എന്ന് ചോദിച്ചിട്ടുണ്ട്. സമ്മേളനം നടന്നത് ആ സമയത്തുണ്ടോ? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനം നടന്നത് അമൃത്സറിൽ വെച്ചിട്ടാണ്. എവിടെയാണ്? അമൃത്സറിലാണ്. അതിന്റെ അധ്യക്ഷൻ ആരായിരുന്നു? മോത്തിലാൽ നെഹ്റു ആയിരുന്നു. ആരാണ്? മോത്തിലാൽ നെഹ്റു ആയിരുന്നു. ഇത്രയും കാര്യം ക്ലിയർ ആയില്ലേ മക്കളെ? ജാലിയൻ വാലാബാഗ് വരെയുള്ള കാര്യങ്ങള്. ഇനി അടുത്തത് നോക്കൂ. അതായത് ഗാന്ധിജി പ്രസിഡന്റായ ഏക
സമ്മേളനം. ഗാന്ധിജി ഒറ്റ സമ്മേളനത്തിലെ പ്രസിഡന്റ് ആയിട്ടുള്ളൂ. 1924 ബൽഗാം സമ്മേളനത്തിലാണ്. വളരെ ഇമ്പോർട്ടന്റ്. ഗാന്ധിജി പങ്കെടുത്തു അല്ലെ. ഗാന്ധിജി പങ്കെടുത്തത് 1901 കൽക്കത്ത സമ്മേളനത്തിൽ. ദിൻഷാ വാച്ചിയായിരുന്നു പ്രസിഡന്റ് എന്ന് പറഞ്ഞു. ഇവിടെ ഗാന്ധിജി പ്രസിഡന്റ് ആയ ഏക സമ്മേളനം 1924 ബൽഗാം സമ്മേളനമാണ് എന്ന് പറയാം. ഇനി അടുത്ത് നമ്മൾ നേരത്തെ പഠിച്ചു 1925 കൽക്കത്തയിൽ കാൺപൂരിൽ വെച്ച് സരോജിനി നായിഡു പ്രസിഡന്റ് ആയി. ഇനി അടുത്തത് നമ്മൾ അടുത്ത പേജിൽ തന്നെ എഴുതേണ്ട വലിയൊരു കാര്യമാണ് 1929 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനം. എപ്പോഴും PSC ചോദിക്കാറുള്ള ഒരു സമ്മേളനമാണ്. ഈ സമ്മേളനം നടന്നത് ലാഹോറിലാണ്. ലാഹോർ INC അല്ലെ. ലാഹോർ INCയുടെ പ്രസിഡന്റ് പ്രസിഡന്റ് ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. ആരാണ് ലാഹോർ INCയുടെ പ്രസിഡന്റ്? ജവഹർലാൽ നെഹ്റു ആണ് അല്ലെ. ഇതിന്റെ പ്രത്യേകത എന്താണ്? പൂർണ്ണ സ്വരാജ് പ്രഖ്യാപിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനം. അപ്പോ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ പൂർണ്ണ സ്വരാജ് പ്രഖ്യാപനം നടന്നത് എന്നാണ്? 1929. ഈ 1929 ഡിസംബർ മാസം 31 തീയതി ജവഹർലാൽ നെഹ്റു ഇന്ത്യൻ പതാക ഉയർത്തുകയാണ്. ഇന്ത്യയുടെ ദേശീയ പതാക ആര് ഉയർത്തുകയാണ്? ദേശീയ പതാക ആരുയർത്തി? ഈ സമ്മേളനത്തില് ജവഹർലാൽ നെഹ്റു ഉയർത്തി. എന്നിട്ട് പറയാണ് 1930 ജാനുവരി 26 ഞങ്ങളുടെ എന്താണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനമാണെന്ന് പ്രഖ്യാപിക്കുകയാണ് അദ്ദേഹം. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനമാണ് എന്ന് പ്രഖ്യാപിച്ചു. അതിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് നമ്മൾ ജാനുവരി 26 റിപ്പബ്ലിക് ദിനമായിട്ട് തെരഞ്ഞെടുക്കുന്നത്. ക്ലിയർ ആയോ മക്കളെ? നെഹ്റു പ്രസിഡന്റ് ആയിട്ടുള്ള ആദ്യ സമ്മേളനവും ജവഹർലാൽ നെഹ്റു പ്രസിഡന്റായ ആദ്യ കോൺഫറൻസ്, ആദ്യ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനം എന്ന് ചോദിച്ചു കഴിഞ്ഞാലും 1929 സമ്മേളനം തന്നെയാണ് പറയേണ്ടത്. ക്ലിയർ ആയോ നിങ്ങൾക്ക്? ഇത്രയും കാര്യം ക്ലിയർ ആയോ? ഇനി അടുത്ത ചോദ്യം എന്താണ്? അടുത്ത നമ്മളോട് ചോദിക്കാറുള്ള ചോദ്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ തിരഞ്ഞെടുപ്പ് നടന്നത് എന്നാണ് എന്നുള്ളതാണ്. അപ്പൊ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസില് എന്ത് തിരഞ്ഞെടുപ്പാണ്? പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ആദ്യമായിട്ട് തിരഞ്ഞെടുപ്പ് നടന്നത് 1939 ത്രിപുരയിൽ നടന്ന 52ാമത്തെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനത്തില് എന്ത് നടക്കുകയാണ്? കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഒരു ഇലക്ഷൻ നടക്കുകയാണ്. ത്രിപുരയില് സുഭാഷ് ചന്ദ്രബോസ് ആയിരുന്നു. അപ്പൊ നമ്മൾ തുടങ്ങുമ്പോ ഒരു പ്രസിഡന്റ് ഒക്കെ വേണ്ടേ? സുഭാഷ് ചന്ദ്രബോസ് പ്രസിഡന്റ് പദവിയിൽ ഇരിക്കുമ്പോഴാണ് ഈ സംഭവം നടന്നത്. ഇനി എന്താണ്? പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടന്നു. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടന്നപ്പോ നമ്മുടെ മഹാത്മാഗാന്ധി ഉണ്ടല്ലോ, മഹാത്മാഗാന്ധി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പട്ടാഭി സീതാരാമയ്യ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ എന്ത് ചെയ്തു? നോമിനേറ്റ് ചെയ്യാണ്. പക്ഷേ പട്ടാഭി സീതാരാമയ്യയെ തോൽപ്പിച്ച് ഇദ്ദേഹം തോറ്റു. ആര് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായി? സുഭാഷ് ചന്ദ്രബോസ് പ്രസിഡന്റായി ട്ടോ. അപ്പോ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ തിരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റ് എന്ന് പറഞ്ഞാലും ആരുടെ പേര് പറയണം? സുഭാഷ് ചന്ദ്രബോസിന്റെ പേര് പറയണം. ക്ലിയർ ആയില്ലേ മക്കളെ? ഇനി 1940 തൊട്ട് 46 വരെ കോൺഗ്രസ് സമ്മേളനങ്ങളൊന്നും നടന്നില്ല അത്രേ. കാരണം സെക്കൻഡ് വേൾഡ് വാറും അങ്ങനെയുള്ള കുറെ അധികം കാര്യങ്ങളൊക്കെ കാരണം ട്ടോ. ഇനി നമ്മളോട് ചോദിക്കാം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നമ്മുടെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യം നേടുന്ന സമയത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആരെന്ന് ചോദിക്കാം. അപ്പൊ നമ്മൾ പറയും JB കൃപലാനി ആണെന്ന്. ആരാ പറയാ? JB കൃപലാനി ആണ് എന്ന് പറയണം ട്ടോ. അതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഇനി സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയത് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ പേര് നേരത്തെ ഒറ്റ മനുഷ്യനില്ലേ? ആരായിരുന്നു? പട്ടാഭി സീതാരാമയ്യ. അദ്ദേഹം സ്വാതന്ത്ര്യത്തിന് ശേഷം പ്രസിഡന്റ് ആയി ട്ടോ. കോൺഗ്രസിന്റെ ഔദ്യോഗിക ചരിത്രകാരൻ എന്നൊക്കെ വിശേഷിപ്പിക്കുന്നുണ്ട് ഈ പട്ടാഭി സീതാരാമയ്യെ വിശേഷിപ്പിക്കുന്നുണ്ട്. അപ്പൊ അത്രേ ഉള്ളൂ. ഇനി സോഷ്യലിസം കോൺഗ്രസിന്റെ ലക്ഷ്യമായി പ്രഖ്യാപിച്ചത് ഏത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനത്തിലാണെന്ന് ചോദിക്കാറുണ്ട്. 1955 ആവടി സമ്മേളനത്തിലാണ്
ആണ്. അതിൽ UN ദബ്ബാർ എന്ന് പറയുന്ന ആളായിരുന്നു പ്രസിഡന്റ്. UN ദബ്ബാർ ആയിരുന്നു കേട്ടോ. ഇനി അടുത്തത് 1985 വർഷം കൂടി നിങ്ങളൊന്ന് ഓർത്തു വെക്കണം. അത് എന്താ അറിയോ നിങ്ങൾക്ക്? രാജീവ് ഗാന്ധി പ്രസിഡന്റ് ആയിട്ടുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനമാണ്. രാജീവ് ഗാന്ധി 1985 പ്രസിഡന്റ് ആയത് കേട്ടോ. ഇനി ഒന്ന് രണ്ട് ചോദ്യങ്ങളൊന്ന് ഓർത്തു വെക്കേണ്ടത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിട്ടുള്ള ആദ്യ ദളിതൻ ആരാണ് എന്ന് ചോദിക്കാന്ന് വിചാരിക്കുക. ആദ്യ ദളിത് വിഭാഗത്തിൽ നിന്നുള്ള ആള് A സജീവയ്യ. ആരാണ്? A സജീവയ്യ എന്ന് പറയുന്ന ആളാണ്. ഇനി ആദ്യത്തെ ദക്ഷിണേന്ത്യക്കാരൻ ദക്ഷിണേന്ത്യൻ നഗരം മദ്രാസ് ആണ് പഠിച്ചു അല്ലെ. ദക്ഷിണേന്ത്യക്കാരന്റെ പേര് ആനന്ദ ചാർലു എന്നാണ് കേട്ടോ. ഇനി ആദ്യത്തെ എന്താ പറയാ വനിത ഒക്കെ നമ്മൾ പഠിച്ചു അല്ലെ. ആദ്യത്തെ വനിത ആരാന്ന് നമ്മൾ പഠിച്ചു. ഫസ്റ്റ് വനിതകളെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചില്ലേ. ആദ്യ വനിത ആനി ബസന്റ് അല്ലെ. ആദ്യ ഇന്ത്യൻ വനിത സരോജിനി നായിഡു. എന്നാൽ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വനിത എന്ന് ചോദിക്കുമ്പോൾ ആരുടെ പേര് പറയണം? ഇന്ദിരാഗാന്ധിയുടെ പേര് പറയണം. ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസിഡന്റ് ആയിട്ടുള്ള വനിത ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കൂടുതൽ കാലം ഉള്ള വനിത ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആരുടെ പേര് പറയണം? സോണിയാഗാന്ധിയുടെ പേര് പറയണം. അങ്ങനെയാണ് വനിതകളുടെ പ്രാധാന്യം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലുള്ളത്. അപ്പൊ ഇത്രയാണ് പ്രധാനമായിട്ടും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസുമായിട്ട് ബന്ധപ്പെട്ട് എന്താ പറയാ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ കേട്ടോ. ഇനി ചില ക്വസ്റ്റ്യൻ പേപ്പർ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചില പരീക്ഷകൾ നടക്കും. അതില് എന്താ പറയാ ഈ ടൈപ്പിസ്റ്റ് പോലെയുള്ള അങ്ങനെയൊക്കെയുള്ള കുറച്ച് കുട്ടികൾ മാത്രമേ എഴുതുന്ന അങ്ങനെയുള്ള ഒരു പരീക്ഷയിൽ ചോദിച്ചിട്ടുള്ള ചോദ്യം കേട്ടോ. 1890 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കൽക്കട്ട സമ്മേളനം നടന്നു ഇത്രേ. അതിൽ പ്രസംഗിച്ച അങ്ങനെ ചോദിച്ചങ്ങനെ അതിലൊരു മഹിളാ നേതാവ് പ്രസംഗിച്ചിട്ടുണ്ട്. അവരുടെ പേര് ചോദിച്ചിട്ടുണ്ട്. ആ മഹിളാ നേതാവിന്റെ പേര് കാദംബരി ഗാംഗുലി എന്നാണ്. ആരാണ്? കാദംബരി ഗാംഗുലി ട്ടോ. അപ്പൊ കാദംബരി ഗാംഗുലി പ്രസംഗിച്ച ആളാണ്. ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. അപ്പൊ അങ്ങനെ ഒരു ചോദ്യം വേണമെങ്കിൽ പരീക്ഷയ്ക്ക് ഇനിയും ചോദിച്ചുകൂടായിക്കില്ല. ഇനി നമ്മളോട് ചോദിക്കാം, സ്ത്രീകൾ ഉണ്ടല്ലോ, സ്ത്രീകള് ആദ്യമായിട്ട് പങ്കെടുത്ത സമ്മേളനം ഏത് എന്ന് ചോദിക്കും. സ്ത്രീകൾ ആദ്യമായിട്ട് പങ്കെടുത്ത കോൺഗ്രസ് സമ്മേളനം 1889 ബോംബെ കോൺഫറൻസിലാണ്. ബോംബെയില് വില്യം വേഡർബാങ്ക് പ്രസിഡന്റ് ആയിരുന്നു നമ്മൾ പറഞ്ഞു അല്ലെ. രണ്ടാമത്തെ വിദേശി. അതിലാണ് സ്ത്രീകൾ പങ്കെടുത്ത ആദ്യത്തെ സമ്മേളനം എന്ന് പറയുന്ന. അതില് പണ്ഡിത രമാബായി, പലപ്പോഴും പണ്ഡിത രമാബായി ക്വസ്റ്റ്യൻ പേപ്പറിൽ വരാറുള്ള ഒരു ലേഡിയാണ്. ആ പണ്ഡിത രമാബായി ആദ്യമായിട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ സമ്മേളനത്തിൽ പങ്കെടുത്തത് ഇതാണ്. ഇനി കോൺഗ്രസ് സമ്മേളനത്തിലെ ആദ്യമായിട്ട് അഭിസംബോധന ചെയ്തത് അല്ലെങ്കിൽ പ്രസംഗിച്ചത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മഹിളാ നേതാവ് എന്ന് പറഞ്ഞാൽ നമ്മൾ കാദംബരി ഗാംഗുലിയുടെ പേരാണ് നമ്മൾ പറയേണ്ടത്. അപ്പൊ ഇത്രയൊക്കെയാണ് പ്രധാനമായിട്ടും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് കേട്ടോ. അതിന്റെ ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ നിങ്ങൾ പഠിച്ചു വെക്കണം. ക്ലിയർ ആയില്ലേ മക്കളെ? ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്സിലെ. അടുത്ത ദിവസം മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം ട്ടോ.